ഞാനെന്നേ നമ്മളെ നാടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇറങ്ങിയാണ്. ഏതായാലും വീടോടക്ക് പോവുകയാണ്. കണ്ടില്ല നിങ്ങളെ മഴ പെയ്തിട്ട് വെള്ളം പോണ്. അതേമാതിരി നല്ല ഒരു രാമസുന്ദര പ്രദേശം നമ്മളെ വാക്ക്. ഇതാണ് ഇങ്ങനെ നടന്നു പോകണം. കവുങ്ങുന്തോട്ടൊക്കെ നിൽക്കുന്നതാണല്ലേ. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ വെല്ലുളം എന്ന് പറയുന്ന കുളം. ഈ കുളം ഇവിടെ ശരിയായി കിട്ടുകയാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് നീന്തലൊക്കെ പഠിച്ച് ഉസാറാകാം. പണ്ടൊക്കെ ഇതിൽ ആൾക്കാർ കണ്ടമാനം കുളിച്ചിരുന്നു. ഇപ്പോൾ അതാകെ പൊന്ത കെട്ടി. പേര് കേട്ട കുളമാണ്. ഇതാണ് നമ്മളെ വജ്ജ്. മഴയായിട്ടേ ഇവിടെയൊക്കെ ആകെ ഇടിഞ്ഞു പോയിക്കണം. ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ കൂടെ നടക്കുന്നത്. ഇപ്പൊ കുളത്തിലൊക്കെ വെള്ളമൊക്കെ ആകെ കലങ്ങി ഉദരം പറഞ്ഞു. ഈ സുഖമൊക്കെ കിട്ടണമെങ്കിലേ കുറച്ച് നാട്ടുമ്പുറത്ത് താമസിക്കണം. ടൗണിൽ താമസിക്കുന്നത് വേറൊരു വൈബ്. മഴ എങ്ങനെ പെജ്ജുമ്പോൾ നമ്മൾ ഈ വരമ്പത്ത് കൂടെ ഇങ്ങനെ നടക്കുക, അതൊക്കെ ഈ നാട്ടുമ്പുറത്തേക്ക് തന്നെ നടക്കുള്ളൂ. ജീവിക്കാൻ സുഖം നാട്ടുമ്പുറം തന്നെ. എല്ലാം ആസ്വദിച്ച് ഒരു ഉസാറ് ലൈഫ്. ഇവിടെ തവള കരയുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലി പൊടിച്ചാൻ വേണ്ടി കൊടുത്തു പോകും. അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. തന്നെ തട്ടിത്തടഞ്ഞു വീണീന്. പോണ സെഫീക്കിന്റെ മില്ലിക്ക. ഞങ്ങളിപ്പോൾ നമുക്ക് പോകാനുള്ള വജ്ജ്. നമ്മളിപ്പോൾ റോട്ടിലെത്തി. ഇവിടെ കുറിച്ച് ഇവിടെ വെച്ചു. സെഫീക്ക മല്ലി പൊടിച്ചോ? ഞങ്ങൾ ഈ കുണ്ടനെ വെച്ചപ്പോഴാണ് തലയിൽ എന്താണെന്നറിയും മല്ലി പൊടിച്ചാണ്. അങ്ങനെ നടക്കണം. അതാണ് ഇപ്പോൾ പോകുന്ന വജ്ജ്. അവിടെ ഇതൊരു കുട ഉണ്ട്. കുടയുടെ ഉപകാരം നടക്കും, വടിയുടെ ഉപകാരം നടക്കും. ഏറ്റവും കൂടുതൽ നായ്ക്കളുള്ള സ്ഥലമാണ്. അപ്പം എന്നാൽ ശരി, എല്ലാവരോടും കാണുമ്പോൾ കാണാം. ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ വിശേഷങ്ങൾ. ഫുള്ള് പറമ്പും പള്ളിയും കായായിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. മല്ലിയേറ്റി നമ്മളെ പേരയിലെത്തി.